ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു റിസോർട്ടിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കോഴിക്കോട് ജില്ലയിലെ ആനക്കമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് കൊക്കോസീന ഫാം സ്റ്റേ എന്നാണ്. ടൗണിൽ നിന്ന് കുറച്ച് വിട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന വഴികളിലാണെങ്കിലും മലകളും അരുവികളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കൂൾനെസ്സും ഒരു സൈലൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ താഴേക്ക് ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ താഴേക്ക് പോയിട്ടുള്ള വ്യൂസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുട്ബോൾ ടർഫ്, പ്ലേ ഏരിയ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു റിസോർട്ടിലുണ്ട്. ഈ പൂളിന് തൊട്ട് മേലെയായിട്ട് ചെറിയ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നത് കിച്ചണാണ്. വീടിൻ്റെ ഉൾഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അകത്ത് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ബെഡ്റൂം, ഡൈനിങ് ഹാള്, കിച്ചണ്, മുകളിലും 2 ബെഡ്റൂം, അങ്ങനെ ഉള്ളൊരു സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഇനി നമുക്കിതിന് താഴെയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഒരുപാട് സ്ഥലങ്ങൾ അലൗഡ് ആയിട്ടുണ്ട്. അങ്ങോട്ട് താഴെ എത്തുന്നത് വരെ വഴികളാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഫുട്ബോൾ ടർഫും ചെറിയൊരു കെട്ടിടവുമാണെങ്കിൽ മറ്റൊരു വശം ഒരു തോട്ടമാണ് കാണുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ തോട്ടമാണിത്. ജാതിക്കായ, റംബുട്ടാൻ, ചാമ്പക്ക, അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഇവിടെ കാണുന്നത്. ഇതിലൂടെ നടന്ന് താഴോട്ട് പോകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നത്. മലകളും ആകാശവും മരങ്ങളും എല്ലാം തിങ്ങി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതൊരു സ്ഥലവും വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ ഈ ഒരു സ്ഥലത്തിനും ഇതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടീസ് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു താഴ്ച തന്നെയാണ് കേട്ടോ കാണുന്നത്. അവിടെയാണ് നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടും അരുവികളൊക്കെ വരുന്നത്. ഉയർന്ന ഒരു പ്രദേശത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. ഈ വഴിയുടെ എൻഡിങ്ങിലായിട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഇതിന് താഴെയായിട്ട് നമുക്ക് മലഞ്ചെരുവ് പോലെയാണ് കാണപ്പെടുക. ഒരുപാട് അരുവികളും അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മലകളൊക്കെ ആയിട്ട് കുട്ടികളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന അത്ര സേഫായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെള്ളമുള്ളിടത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പാറക്കെട്ടുകൾക്കിടയിലൂടെ വേണം നടന്നു പോകാനായിട്ട്. എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇവിടെ നിന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ സമയം ഇരുട്ടാവുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകാനുണ്ടായത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും തിരിച്ചു പോകുമ്പോൾ കുറച്ചൊരു റിസ്ക് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസും കൂടി അവിടെ ഉണ്ടായിരുന്നു, സിറ്റിംഗ് ഏരിയ പോലെ. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നീട് തിരിച്ചു പോയത്. ഈവനിങ്ങിൽ ഇവിടെ കാണാൻ നല്ലൊരു വൈബ് തന്നെയാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പഴങ്ങൾ, തൈകളൊക്കെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ട് നടന്നു പോവുകയായിരുന്നു ഉണ്ടായത്. ഞങ്ങൾ തിരിച്ച് മേലേക്ക് എത്തിയപ്പോഴത്തേനും അവിടെയുള്ള ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഫുട്ബോൾ കളിച്ചു, ഷട്ടിൽ കളിച്ചു. ചെറിയ കുട്ടികൾ പാർക്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു. ഇവിടെയാണ് ചെറിയ കുട്ടികളുടെ പാർക്ക് വരുന്നത്. ഇവിടെ ചെറിയ കുട്ടി പഴങ്ങളുടെ തൈകൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിങ്ങളൊക്കെ പഴങ്ങളും കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അത്. വീണ്ടും നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഫെയറിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയതാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ മോർണിംഗ് കാഴ്ചകൾ അതിമനോഹരമാണെന്ന് തന്നെ പറയാൻ പറ്റും. മഞ്ഞും അവിടുത്തെ തണുപ്പും ഒക്കെ ആയിട്ട് എനിക്ക് ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ ചുടാനും മറ്റുള്ള സൗകര്യങ്ങളും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് നൈറ്റിൽ ചിക്കൻ ചുടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.